ഇതാണ് കേട്ടോ വാഴയ്ക്ക ഫ്രൈ. ഇതൊരു ഒന്നാം തരം ഫ്രൈ ആട്ടോ. ഇനിയിപ്പോൾ മീനൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുപോലൊരു ഫ്രൈ ഉണ്ടെങ്കിൽ ഉഷാറായിട്ടോ. എന്നാൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ 3 ഏത്തക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇത് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിനായി നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇത് ഏത്തക്കയെല്ലാം ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അധികം ഒട്ട് അങ്ങ് വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. ഒരു 1-2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നാൽ മതി കേട്ടോ. ഒരുപാടിട്ട് വേവിക്കരുതേ. എന്നിട്ട് ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് മാറ്റാം കേട്ടോ. ഇനി ഒരു ചെറിയ മസാലക്കൂട്ട് തയ്യാറാക്കാനുണ്ട് കേട്ടോ. അതിനായി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് ഒന്ന് മിക്സായി വരണം. നമ്മുടെ വാഴയ്ക്കൊക്കെ ഇതിനകത്തിട്ട് ഒന്ന് മസാല പുരട്ടി എടുക്കാനാട്ടോ. ഇതുപോലെ നല്ല പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച വാഴയ്ക്കൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്കിട്ട് മസാലയൊക്കെ പുരട്ടി എടുക്കാം കേട്ടോ. ഇതെല്ലാം മസാല പുരട്ടി ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ചു വരണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം മസാല പുരട്ടി ഒരു 1/2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും വെക്കാം. അതാണ്ട് ഇതിപ്പോൾ ഞാൻ എല്ലാം മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി 1/2 മണിക്കൂർ കഴിയുമ്പോൾ മറ്റൊരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മുടെ മസാല പുരട്ടി വെച്ച വാഴയ്ക്കൊക്കെ അങ്ങോട്ട് എടുത്ത് നേരത്തെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആണ്ടേ ഇപ്പോൾ ഇത് ഒരു ഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ആ മസാലയൊക്കെ ഒന്ന് മുരിഞ്ഞാൽ മതിയാവും. വാഴയ്ക്ക ഓൾറെഡി വെന്തതാണല്ലോ. ഇനി ഒരു ഭാഗം ഒന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് മറുഭാഗവും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഏതാണ്ട് ഇതിപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് ഈ പരുവം വരെയൊക്കെ ഫ്രൈ ചെയ്താൽ മതിയാവും കേട്ടോ. ഇതിപ്പം മസാലയൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഏത്തക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് മീനൊന്നും ഇല്ലാത്ത ദിവസവും നല്ലപോലെ അഡ്ജസ്റ്റ് ആയി പോകും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. കൂടെ തന്നെ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കും.